ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൊമിനിക്കിൻ്റെ ബഡ്ജറ്റൊക്കെ വെളിയിൽ വിട്ടായിരുന്നു. നിർമ്മാതാക്കൾ ഡൊമിനിക്കിൻ്റെ ബഡ്ജറ്റ് വെളിയിൽ വിട്ടായിരുന്നു. ഇപ്പം മോഹൻലാൽ ഫാൻസിൻ്റെ ഒരു ആഘോഷമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത്. 19 കോടി രൂപ ബഡ്ജറ്റിൽ മൊത്തം ആഗോള കളക്ഷൻ വെറും 20 കോടി രൂപ. ആഗോള കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയ്ക്ക് മുകളിലാണ്. തിയേറ്റർ ഡയറക്ടറിൻ്റെ ഷെയർ എന്ന് പറയുന്നത് വെറും 4.25 കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളലൊക്കെ വെളി വരുന്നുണ്ട്. എന്നാൽ അവരൊന്നും ഓർക്കാത്ത വേറൊരു കാര്യമുണ്ട്. ഇവർ ഫാൻസായിട്ടുള്ള ഒരു നടനുണ്ട്. ആ നടൻ്റെ സിനിമകൾ 50 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ വന്ന പടങ്ങളെല്ലാം ബോംബുകളാണെന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണ്. 50 കോടിക്ക് മുകളിലായിരുന്നു ഒടിയൻ്റെ ബഡ്ജറ്റ്. ഒടിയൻ മലയ്ക്കോട്ടെ വാലിബൻ 50 കോടിക്ക് മുകളിലായിരുന്നു ബഡ്ജറ്റ്. പിന്നെ ബെറോസ് 50 കോടിക്ക് മുകളിലായിരുന്നു ബഡ്ജറ്റ്. പിന്നെ അറബിക്കടലിൻ്റെ സിംഹം അത് 100 കോടിക്ക് അടുത്താണ് ബഡ്ജറ്റ് എന്നാണ് നെറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ ഇത്രയും പടങ്ങളെല്ലാം തിയേറ്ററിൽ വമ്പം ഫ്ലോപ്പുകളായിട്ടുള്ളൊരു നടൻ്റെ ഫാൻസ് പറയുകയാണ് ഡൊമിനിക്കിന് 18 കോടി രൂപയാണ്, എന്നിട്ട് 20 കോടി രൂപയാണ് ആഗോള തലത്തിൽ കളക്ട് ചെയ്തത്. 4.25 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസറിന് കിട്ടിയ ഷെയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഉളുപ്പുകെട്ട ഒരു ഫാൻസ് ആലോചിച്ച് നോക്കണം. ഒരു സിനിമയെങ്കിലും 50 കോടി ബഡ്ജറ്റിൽ വന്നിട്ട് പ്രൊഡ്യൂസറിന് 5 പൈസ ലാഭം കിട്ടി ഏത് സിനിമയാണ് മോഹൻലാലിനുള്ളത്? 50 കോടി രൂപയുടെ ബഡ്ജറ്റുള്ള സിനിമ ഉണ്ടെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഏത് സിനിമയാണ് പ്രൊഡ്യൂസറിന് ബിസിനസ്സിൽ കൂടെയെങ്കിലും 5 രൂപ ലാഭം കിട്ടിയ സിനിമ? ഏത് സിനിമയാണുള്ളത്? ഇത് ഡൊമിനിക് എന്ന് പറയുന്നത് അവർ ഈ ബഡ്ജറ്റും ഇതുമെല്ലാം വെളിവിട്ട് താഴെ ഒരു നോട്ടുണ്ടായിരുന്നു. ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയും പിന്നെ പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറയുന്ന സിനിമയും ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് നേടിയെടുത്തു എന്ന് അതിന് താഴെ എഴുതിയിട്ടുണ്ട്. അത് അവന്മാർ കാണുന്നില്ല. അവന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 19 കോടി രൂപ ബഡ്ജറ്റ് 4.25 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന് ലാഭം. പ്രൊഡ്യൂസേഴ്സാണ് അതിൽ വെളിവിട്ടത്. താഴെ എഴുതിയിരിക്കുന്നത് അത് ബിസിനസ്സിലൂടെ ലാഭം നേടിയെന്ന്. അപ്പം ബിസിനസ്സിൽ കൂടെ പോലും ലാഭം നേടാത്ത 50 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന സിനിമ 1 രൂപ പോലും ലാഭം കിട്ടാത്ത പ്രൊഡ്യൂസർമാർ കരഞ്ഞുകൊണ്ടിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത് തന്നെ ആശീർവാദ് സിനിമാസാണ്. അപ്പം ഇത്രയും ഫ്ലോപ്പ് വന്ന ആശീർവാദ് സിനിമാസും അവരുടെ സൂപ്പർ സ്റ്റാറും, എന്നിട്ട് അവർ പറയുന്നത് മമ്മൂട്ടിയുടെ ഡൊമിനിക്കിന് 19 കോടി രൂപ ബഡ്ജറ്റായി വെറും 20 കോടി രൂപയാണ് മൊത്തം കളക്ട് ചെയ്തത്. 4.25 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന് കിട്ടിയത്. എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് വിജയമാവണമെങ്കിൽ ആ സിനിമയ്ക്ക് 5 or 6 കൂടിപ്പോയ 10 കോടി രൂപ ബഡ്ജറ്റ് വന്നാൽ മാത്രമേ ആ സിനിമ തിയേറ്ററിൽ പ്രോഫിറ്റ് ലഭിക്കുള്ളൂ. ഇപ്പം എല്ലാവരും പറയും തിയേറ്റർ പ്രോഫിറ്റ്. ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ തന്നെ ഇവർ പ്രൊഡ്യൂസർമാർ പറഞ്ഞതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുകയാണെങ്കിൽ 19 കോടി രൂപയാണ് ഡൊമിനിക്കിൻ്റെ ബഡ്ജറ്റ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ലാഭം നമ്മൾ നോക്കുന്നത് തിയേറ്റർ. ഇപ്പോൾ ഒരു സിനിമയുടെ കാര്യം എടുത്താൽ തന്നെ ആ സിനിമയ്ക്ക് 19 കോടി രൂപ ബഡ്ജറ്റായി. അപ്പോൾ അവർക്ക് ബാക്കി സാറ്റലൈറ്റിൽ നിന്ന് എത്ര കിട്ടി, ബാക്കി എത്ര കിട്ടി, ഇതെല്ലാം പോയിട്ട് താഴെ വരുന്നതാണ് പ്രൊഡ്യൂസറിന് ചിലവായ എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് വേണം പ്രൊഡ്യൂസറിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് നോക്കുമ്പോൾ 19 കോടി രൂപയാണ് ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ ബിസിനസ്സും തിയേറ്റർ ഷെയറും എല്ലാം കൂടെ ചേർത്ത് പ്രൊഡ്യൂസറിന് ലാഭമാണോ കിട്ടിയത് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ പോലും ഇല്ലാത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫാൻസാണ് ഇവിടെ വന്നിട്ട് ഡൊമിനിക്കിന് 19 കോടി അവരെ ഒരു കരച്ചിലാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരെണ്ണം കിട്ടുന്നില്ല. ഒരു സിനിമ പോലും ഒരു നേരെന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് എൻ്റെ അറിവിൽ മോഹൻലാലിൻ്റെ ഒരു 5-6 വർഷങ്ങളുടെ ഇടയിൽ ഒരു സിനിമ ക്ലിക്കായെന്ന് പറയാനുള്ളത്. അപ്പം അവർക്ക് അവരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് ഒരു കരയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ അവർ താഴത്തെ ആ പേജിൻ്റെ തന്നെ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് സ്പേസ്, പ്രാവിൻകൂടി ഷാപ്പ്, പിന്നെ ഏതോ ഒരു സിനിമയും കൂടെ. അത്രയും സിനിമകൾ ഇതിലൂടെ ബിസിനസ്സിലൂടെ ലാഭം നേടിയിട്ടുണ്ടാകാം എന്ന് അതിന് താഴെ പ്രൊഡ്യൂസേഴ്സാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പം ലാഭം കിട്ടാതെ അവരത് എഴുതൂല. അങ്ങനെയാണെങ്കിൽ അവർ മുകളിലോട്ടുള്ള എല്ലാം കള്ളമാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. 19 കോടി രൂപ ബഡ്ജറ്റ് ഇല്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റിൻ്റെ താഴെ അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലാഭം കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം മുകളിലോട്ടുള്ള ബഡ്ജറ്റും കളക്ഷനും ഒക്കെ തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. അപ്പം അങ്ങനെ പറയുമ്പം ബിസിനസ്സിൽ കൂടെയെങ്കിലും ഒരു മമ്മൂട്ടി ചിത്രം വെളിയിൽ ഇറങ്ങിയപ്പം അവർക്ക് ലാഭം കിട്ടി, നഷ്ടമായില്ല. 4.25 കോടി രൂപ കിട്ടി. 20 കോടി രൂപ കളക്ട് ചെയ്തു. 20 കോടി രൂപ പ്രൊഡ്യൂസറിന് കിട്ടുമെന്ന് നമുക്കറിയാം. 3-1 കിട്ടുന്നത്. 3-1 ഇപ്പം എല്ലാം കൂടെ തന്നെ തിയേറ്റർ ഷെയർ തന്നെ
ഓവർസീസും ഇതും കൂടെ ചേർത്ത് എങ്ങനെ പോലും 10 കോടി രൂപയ്ക്കകത്തെങ്കിലും പ്രൊഡ്യൂസറിന് അത് മാത്രം കിട്ടിക്കാണും. പിന്നെ ബിസിനസ്സിൽ കൂടെയൊക്കെ എന്തായാലും മമ്മൂട്ടി ചിത്രത്തിനൊക്കെ സാറ്റലൈറ്റും OTT-ക്കൊക്കെ നല്ല പൈസ കിട്ടും. അത് രണ്ടും കൂടെ തന്നെ 8-9 കോടി രൂപ കൂടുതൽ 10 കോടി രൂപയ്ക്കകത്ത് നടക്കും. ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും കൂടെ എങ്ങനെ പോലും 22 കോടി 23 കോടി രൂപ ഇവർക്ക് മമ്മൂട്ടി കമ്പനി കിട്ടിക്കാണും ഈ സിനിമയിലൂടെ. എന്നിട്ട് 100 കോടി ബഡ്ജറ്റിൽ വന്ന 100 കോടി ബഡ്ജറ്റ് എന്നാണ് എനിക്കറിഞ്ഞൂടെ, അവർ തന്നെ പറഞ്ഞതും പിന്നെ നെറ്റിനകത്തുള്ളതുമാണ്. ഇനിയിപ്പോൾ മോഹൻലാൽ ഫാൻസുകാർക്ക് പ്രത്യേക കണക്കുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അവർ ചിലവും പറയും ഇത് 5 കോടി രൂപയുടെ ബഡ്ജറ്റാണ്, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. ഇപ്പം ലൂസിഫറിൻ്റെ ബഡ്ജറ്റ് എമ്പുരാൻ്റെ ബഡ്ജറ്റ് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ 141 കോടി രൂപയായി എന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ വെളിവിട്ടു. ഇനിയിപ്പോൾ അത് അവസാനം ഇവർ ആ പടം പൊട്ടുമ്പോഴത്തേക്ക് ഇവർ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ 15 കോടി രൂപയുള്ളൂ ബഡ്ജറ്റ് എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. അപ്പം വെറും 141 കോടി രൂപ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും സാലറി കൂട്ടാതെ ഇതുവരെ ആയെങ്കിൽ ആ സിനിമയ്ക്ക് അത് അവരുടെ സാലറിയും കൂട്ടി പിന്നെ അടുത്ത പ്രൊമോഷൻസിൻ്റെ എല്ലാം കൂടെ വരുമ്പോൾ 160-170 കോടി രൂപ ബഡ്ജറ്റ് വരും. അപ്പം ആ സിനിമ ലാഭകരമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? 160 കോടി രൂപ വയ്ക്കാൻ നമുക്ക് പോട്ടെ, ഏറ്റവും കുറഞ്ഞ 160 കോടി രൂപ ഈ സിനിമ ലാഭമാവണമെങ്കിൽ 160 × 3 480 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ വന്നാൽ മാത്രമേ ആ സിനിമ തിയേറ്ററിൽ ലാഭമാവുള്ളൂ. അപ്പം ഷുവർ ഷോട്ട് ഫ്ലോപ്പ് ബസ്റ്റർ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്ത പടക്കം നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് പടക്ക നിർമ്മാണശാലയിൽ. എന്നിട്ടും അവരുടെ നെഞ്ചിൽ തീയാണ് ഈ സിനിമ. ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് അടുത്ത് മറ്റേ സലാർ പോലെയും മറ്റേ KGF പോലെയും ഈ സിനിമ ഈ മൊത്തം കേരളത്തിലല്ല വെളിയിലുള്ള എല്ലായിടത്തും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റായാൽ മാത്രമേ ഈ സിനിമയ്ക്ക് വിജയമെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഒരു ഉറപ്പാണ്, ഫാൻസിന് ഒരു ഉറപ്പാണ്. ഫാൻസുകാർക്ക് അറിഞ്ഞുകൂടാ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കരയിലാണ്. അവർക്ക് 150 കോടി രൂപ 160 കോടി രൂപയ്ക്ക് ബഡ്ജറ്റ് വന്നാൽ 160 കോടി രൂപ കിട്ടിയാലും അവർ പറയും ബഡ്ജറ്റിനെ കവർ ചെയ്തല്ലോ. പക്ഷേ 160 കോടി രൂപ കിട്ടിയാൽ പ്രൊഡ്യൂസറിന് തിയേറ്ററിൽ നിന്ന് നഷ്ടം വരുന്നത് എത്ര രൂപയാണെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. 160 കോടി രൂപ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് വെറും 40 കോടി രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ ബാക്കി 160 കോടി 40 പോയ 120 കോടി രൂപ തിയേറ്ററിൽ നഷ്ടമാണ്. അപ്പോൾ ആ സിനിമ എത്ര ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സിനിമയും ബിസിനസ്സിൽ കൂടെ അല്ലാതെ ലാഭം നേടിയിട്ടില്ല. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ലൈക്ക പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് വേറെ സിനിമകൾ കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് OTT ബിസിനസ് നടത്താം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കിയാൽ പോലും ഒരു സിനിമ പോലും പച്ച തൊട്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും അർത്ഥം. കാരണം നമ്മുടെ ശങ്കർ രാംചരൻ്റെ സിനിമ എന്തായാലും ഗെയിം ചേഞ്ചർ, അതല്ലാതെ ഇന്ത്യൻസ് എന്ന് പറയുന്ന സിനിമ ഇവൻ്റെ തന്നെ ശങ്കറിൻ്റെ തന്നെ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ, അങ്ങനെ പല സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയ അജിത് കുമാറിൻ്റെ വിടാമുയർച്ചി എല്ലാം ഫ്ലോപ്പുകളാണ്. ലൈക്ക പ്രൊഡക്ഷൻ കൈവച്ചിട്ടുണ്ടോ ആ സിനിമ ഫ്ലോപ്പാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നടൻ്റെ ആരാധകരാണ് ഇതുപോലെ വന്നെന്ന് പറയുന്നത് ആലോചിക്കുമ്പോഴാണ്. ഇപ്പം എല്ലാം വലിയ ഹിറ്റാണ്. മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഹിറ്റായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ സമ്മതിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ സംസാരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഓക്കെ, നന്ദി, നമസ്കാരം.